ഹായ് ഡിയേഴ്സ്, ഞാൻ സോനിയ ബഡ്ഡി. എള്ളുണ്ട കഴിച്ച് മുടി കൊഴിച്ചിൽ മാറ്റാൻ പറ്റുന്ന ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ. എള്ളുണ്ട ആളൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ എള്ളുണ്ടയില് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയോ? ഒമേഗ 3 ഫാറ്റി ആസിഡ്, സിങ്ക്, മാഗ്നീഷ്യം, ഇരുമ്പ്, കാൽസ്യം, വൈറ്റമിൻ ഇ എന്നീ പോഷക ഗുണങ്ങളിൽ സമ്പുഷ്ടാണ് നമ്മുടെ ഈ എള്ള് എന്ന് പറയുന്നത്. തലയോട്ടിയിലെ ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് നമ്മുടെ എള്ളിനുണ്ട്. അത് മാത്രല്ല, അതിലെ മാഗ്നീഷ്യത്തിന് ടെൻഷൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഈ ടെൻഷൻ കുറഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുവിധം മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും. ഇതിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ആട്ടാ നമ്മുടെ മുടിക്ക് ബലം നൽകുന്നതും അത് പൊട്ടിപ്പോവാതെ സംരക്ഷിക്കുന്നതൊക്കെ. എള്ളുണ്ടയിൽ ഒത്തിരി നാരുകളും കാൽസ്യവും വൈറ്റമിനും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുള്ള കാരണം കൊണ്ട് കൊളസ്ട്രോള്, ഹൃദയാഘാതം, പിന്നെ അതുപോലെ കുടൽ സംബന്ധമായ അസുഖങ്ങളൊന്നും വരാതെ അത് നമ്മളെ സംരക്ഷിക്കും. ഈ കുടൽ സംബന്ധമായ അസുഖങ്ങൾ മാറുമ്പോൾ തന്നെ ഒരു 1/4 നമ്മുടെ താരന്റെ പ്രശ്നങ്ങൾ മാറി കിട്ടും. മുടികൊഴിച്ചിലിന്റെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്ലഡ് ഇല്ലായ്മയാണ്, അതായത് ബ്ലഡിന്റെ കൗണ്ട് കുറയണത്. എന്നാൽ ഈ ബ്ലഡ് വെക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സംഭവം ഈ എള്ളുണ്ട കഴിക്കുക എന്നുള്ളതാണ്. എള്ളുണ്ട എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എള്ള് വാങ്ങി ശർക്കരയിൽ വിളയിച്ച് അങ്ങനെ കഴിക്കേണ്ടവർക്ക് കഴിക്കാം. അതല്ലെങ്കിൽ കറുത്ത എള്ളുണ്ടിയും വെളുത്ത എള്ളുണ്ടിയും പാക്കറ്റിലായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊരു ഇതെല്ലാവർക്കും അറിയണ കാര്യല്ലേ. വെളുത്ത എള്ളിനേക്കാളും കറുത്ത എള്ളിനാട്ടാ ഗുണം കൂടുതൽ, കാരണം അതിന്റെ തൊലിക്കടക്കം പോഷകഗുണം വളരെ കൂടുതലാണ്. ദിവസം 3 എള്ളുണ്ട കഴിക്കാൻ നോക്കുക. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അത് നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 എള്ളുണ്ട ദിവസം കഴിക്കുക. അങ്ങനെ 2 ആഴ്ച 3 എള്ളുണ്ട വീതം കഴിക്കുക. പിന്നെ അതിനുശേഷം ഡെയിലി ഒരെണ്ണം വെച്ച് കഴിക്കുക. അതും 1 മാസം കഴിക്കുക. എന്നിട്ട് വരുന്ന ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കി നോക്കട്ടോ. 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുടിക്ക് വരുന്ന മാറ്റം കാണാം. അത് മാത്രമല്ല, നിങ്ങളുടെ സൗന്ദര്യം കൂടണമെന്ന് നിങ്ങൾക്ക് കാണാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 1 വയസ്സിന് മേലെ ആർക്കും ഇത് കഴിക്കണോണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ധൈര്യമായിട്ട് കഴിച്ചോ. കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് ഇത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.